കണ്ണുകളിൽ കാമം മാത്രം നിറച്ച് തന്നിലേക്ക് കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ആഞ്ഞടിക്കുന്നവനെ തടയുവാനുള്ള ശക്തി പോലും ആ പാവം പെണ്ണിന് ഉണ്ടായില്ല. ആ കുഞ്ഞു ശരീരം തന്നിലും രണ്ടിരട്ടി വലുപ്പമുള്ള അവൻ്റെ ശരീരത്തിനടിയിൽ ഞെരിഞ്ഞമർന്നു. വേദനിക്കുന്നു എന്നുള്ള അവളുടെ പതുക്കെയുള്ള ഞെരുക്കങ്ങൾ മാത്രം ഉയർന്നു കേട്ടു. പക്ഷേ അവളിലേക്ക് കാമത്താൽ പടർന്നു കയറുന്നവന് അതെല്ലാം ഒരുതരം ലഹരിയായി തോന്നി. മതി മതി ശ്രീയേട്ടാ. തളർന്ന ശബ്ദത്തിൽ അവളുടെ മുറിഞ്ഞു പോകുന്ന വാക്കുകൾ. ഒടുവിൽ അവൻ്റെ ശരീരത്തിന് ആവശ്യമായത് ലഭിച്ചു കഴിഞ്ഞ് അവൻ തളർന്ന് അവളുടെ അരികിലേക്ക് കിടന്നു. അപ്പോഴും അതിലും തളർച്ചയിൽ ഒന്നനങ്ങാൻ പോലും ആകാതെ അവളും അവൻ്റെ അടുത്തായി തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ക്ഷീണത്താൽ അടഞ്ഞുപോയി. ആ നിമിഷം തൻ്റെ അരികിൽ കിടക്കുന്നവളെക്കുറിച്ച് അവൻ ഒന്നോർത്തതുകൂടെയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും അപ്പോഴും മിഴിനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആദ്യ രാത്രി. സുന്ദരമായ സ്വപ്നങ്ങൾ മാത്രം കണ്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു 18 വയസ്സുകാരി പെൺകുട്ടി. പിറ്റേ ദിവസം രാവിലെ ആദ്യം കണ്ണു തുറന്നത് അവനാണ്. മുന്നിലെ ജനലിൽ നിന്നും കർട്ടൻ നീങ്ങി അവൻ്റെ കണ്ണുകളിലേക്ക് സൂര്യപ്രകാശം വന്നു പതിച്ചു. ഈർഷ്യയോടെ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ശേഷം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ ഒന്നുചേരലിൻ്റെ ആവും എന്ന് അവന് മനസ്സിലായി. ആ ഓർമ്മയിൽ തന്നെ അവൻ തൻ്റെ ചുണ്ടുകൾ സ്വയം ഒന്ന് കടിച്ചു.